പഞ്ചാഗ്നി പ്രണയം. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മഹാദേവ, അവരുടെ കയ്യിൽ അവൾ കിട്ടിയേക്കുന്ന വറചട്ടിയിട്ട് വറക്കുന്നുണ്ടാവും. അവരുടെ മുഖത്തേക്ക് കടഞ്ഞെടുക്കുന്ന വാതിലോട്ട് മാറി മാറി നോക്കി ദയനീയതയോടെ നിന്നവൾക്ക് നേരെ 5 പേരും അടുത്തുള്ള കുഷിയിലും ചേരലുമായിരുന്ന് കലിപ്പിൽ അവളെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അകത്തി രക്ഷപ്പെട്ട സന്തോഷത്തിൽ അവളുമാരി ശ്വാസം വലിച്ചു വിട്ടത് ഇഷു. 1 2 3 4 എടിയെ 5നെ കാണുന്നില്ല. എന്ത്, ലീവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു ബെഡിൽ ഇരുന്നവളുമാർ ചാടി എണീറ്റ് പരസ്പരം നോക്കി. യെസ്, ഷീസ് ട്രാപ്ഡ് എന്ന് അക്കു പറഞ്ഞു ശ്രീ. മഹാദേവ, അവരുടെ കയ്യിൽ അവളെ കിട്ടിയേക്കുന്നേ വറച്ചട്ടിയിലിട്ട് വറക്കുന്നുണ്ടാവും. ഇനി എന്താ ചെയ്യാ എന്നാലോചിച്ച് അവർ നഖം നിന്ന് തീർത്തുകൊണ്ടിരുന്നു. ഡാ, ആ കഥ കെട്ടിയെന്ന് വിളിച്ചാലോ എന്ന അരിയുടെ ചോദ്യത്തിന് ഡേവിഡ്. അതിനൊന്നും ആവശ്യമില്ല, വാലിയോട് നിൽക്കുമ്പോൾ തലകൾ താനെ പുറത്തു വന്നോളൂ എന്ന് പറഞ്ഞ് ഷാൽ ലീവിനെ രൂക്ഷമായി നോക്കിയതും അവൾ തലകുനിച്ച് നിൽക്കവെയാണ്. കഥക് തുറന്ന് ബാക്കിയുള്ളവർ വരി വരിയായി വന്ന് ലീവിനരികിലായി തലയും കുനിച്ച് നിന്ന് അവരുടെ നിൽപ്പ് കണ്ട് ചെക്കന്മാർ രൂക്ഷമായി നോയിക്കൊണ്ട് അവർക്ക് ചുറ്റുമായി നടക്കാൻ തുടങ്ങി. ശ്രീ, ഇവരെന്നെ ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്ത് നടക്കുന്ന നമ്മളിങ്ങനെ ചുറ്റുന്നേ. മിണ്ടാതിരി കക്കു, അവരുടെ മുഖം കണ്ടാലേ അറിയും കലിപ്പേറി നിൽക്കുവാണെന്ന്. നമ്മളായിട്ട് കുഴി കുഴിക്കണം, മിക്കവാറും ചുമലിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും എന്ന് പരസ്പരം കുശിക്കുശിക്കിയതും കിച്ചു അവർക്ക് മുമ്പിലായി വന്നിരുന്ന അക്കുവിനെ നോക്കി. എന്തായിരുന്നു അവളുമാരുടെ ഒരു ജാട? ആരുടെ അമ്മൂമ്മനെ കെട്ടിക്കാനായിരുന്നടി നിങ്ങളുടെ ഉദ്ദേശം എന്ന് കളിപ്പെട്ടു അക്കു മനസ്സിൽ. ഇയാടെ അമ്മൂമ്മേനെ കെട്ടിക്കാൻ എന്തേ? രാവണൻ ആ ഹീറ്റായ മുഖത്ത് കുറച്ച് വെള്ളം കോരി ഒഴിക്കും ഞാൻ എന്ന് പല്ലിയടിച്ചുകൊണ്ട് ആത്മയടിച്ചതും ഡേവിഡ്. എന്തായിരുന്നു പറഞ്ഞേ? ആ, സ്വയം കണ്ടെത്താൻ പോലും അഹങ്കാരി എന്ന് പറഞ്ഞ് ശിവയെ കൂർപ്പിച്ച് നോക്കിയ ശിവ മനസ്സിൽ. അസുരൻ ആ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും, നോക്കി പേടിപ്പിക്കുക. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇത്രയും ദിവസം വട്ടം കറക്കൊന്നും അറിഞ്ഞില്ലെന്നുള്ള ഭാവം കണ്ടിട്ട് ഒന്നിട്ട് പൊട്ടിക്കാനാ തോന്നേ എന്ന് ഷാലീനെ നോക്കിപ്പണ്ട് പറയവേ. കടുവ ഞങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ അവർക്ക്, എന്നിട്ട് കുറ്റം മുഴുവൻ ഞങ്ങൾക്കോ? അടിക്കാൻ ഇങ്ങോട്ട് വാ കോഹിൽ ഷാൻവർ എന്ന് ആത്മതിച്ചുകൊണ്ട് മുഖം വെട്ടിത്തിരിച്ചു. 2 കിട്ടാത്തതിന്റെ കേടായുള്ളമാർക്ക് എന്ന് ആരെയും കൂടെ കൽപ്പിൽ പറയവേ ഇഷു പുച്ഛിച്ചു വിട്ട് മനസ്സിൽ. ഒഞ്ഞ് പോയടാ കരികുമാറെ, അറ്റ്ലീസ്റ്റ് മുഖത്തെങ്കിലും നോക്കണം മിസ്റ്റർ. 5ന്റെയും ഭാവം നോക്ക്, ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് വല്ല കുലുക്കൊണ്ടോന്ന് എന്ന് ദക്ഷ കൂടെ പറഞ്ഞു ശ്രീ. കുലുങ്ങാൻ ഞങ്ങളിവിടെ 2 സ്റ്റെപ്പ് ഇട്ട് തൊള്ളാം എന്തേ എന്ന് ആത്മയടിച്ചുകൊണ്ട് 5ഉം തലയും കുനിച്ച് നിഷ്കുഭാവം മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു ചെക്കന്മാർ പരസ്പരം നോക്കി. ഇവരോട് വായിട്ടളച്ചിട്ടൊരു കാര്യമില്ല, ഇവരുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കൈയോടെ കൊടുത്താലേ ശരിയാവത്തുള്ളൂ എന്ന് ഡേവി പറഞ്ഞു നിർത്തിയതും 5 പേരും ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കിയതും. പൊക്കടായുളുമാരെ എന്ന് പറഞ്ഞതിന് പുറകെ ഷാലിയെയും ദക്ഷശ്രീയെയും 2 കൈകളിലായി കോരിയെടുത്തു. ദേവി ശിവയെയും ഹരി ശിവനെയും അരയിലൂടെ ചുറ്റി തോളിലായിട്ട് കണ്ട് അവിടെ വായും തുറന്നിരുന്ന അക്കുവിനെ കിച്ചു കൈ മാറിൽ പിണച്ചുകൊണ്ട് നോക്കിയതും അവൾ ഇളിയോടെ പുറകിലേക്ക് ചുവട് വെച്ചതും കിച്ചു കലിപ്പിൽ മിഴികളടച്ചു തുറന്നു മുന്നിലായവളെ കാണാതെ കലിയിൽ അക്കു എന്ന് അലറിയതും. രാവണ അലറാതെ, ദിവിടെ ഇങ്ങട് വാ, ഞാൻ മുകളിലെത്തി എന്ന് പറഞ്ഞു വിളിച്ചു. ഇത്തവണ വായും തുറന്നിരുന്ന് ബാക്കിയുള്ളവരായിരുന്നു. എത്ര ഓടിയാലും അങ്ങേയുടെ കയ്യിൽപ്പെടും, ഓടിച്ചിട്ട് പിടിച്ച് എക്സ്ട്രാ മേടിക്കുന്നതിന് നല്ലതല്ലേ സ്വയം കീഴടങ്ങുന്നു എന്ന് ആത്മയോട് അക്കു നിന്നു. അവര് സ്റ്റെയർ കയറി. ഡോ അസുര, എന്നെ താഴെ ഇറക്കുന്നുണ്ടോ എന്ന് ശിവ കലിപ്പായതിന് രവി. നീ എന്നതാടി വിളിച്ചേ? അസുരനെന്നോ? നിന്റെ വാടെക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞതിന് ശിവ പുച്ഛിച്ച് മുഖം തിരിച്ചു. എന്താ നോക്കുന്നേ? പിന്നെ പിടിച്ച് കടവ് കൂട്ടിലടക്കും ഇയാള് എന്ന് ലീവ് പള്ളിയടിച്ചവൻ ഷാൻ. എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കരുതില്ല ലീവ് എഗെയിൻ ദാറ്റ് പുച്ഛം. ഡോ കരി, താഴെ ഇറക്കും എന്നെ, എനിക്ക് നടക്കാനറിയാം. ഇറക്കുമല്ല, നിന്റെയൊക്കെ സ്വഭാവത്തിന് ഇവിടുന്ന് താഴോട്ട് ഇടുക വേണ്ടത് എന്ന് കേട്ട് ഇഷു വായിക്ക് സിബിട്ട്. എന്താ നോക്കുന്നേ? ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ദക്ഷി കലിപ്പിൽ ചോദിച്ചു കേട്ട് ശ്രീ. അതിനെ ചൂടാവുന്നേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പുച്ഛിച്ച് വിട്ടതും അവൻ അവളെ ഒന്ന് പള്ളിയടിച്ച് നോക്കി. എത്ര കുതിരയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി 4 പേരും അടങ്ങി നിന്നു. എന്നാൽ അക്കു ഇളിയോടെ നിന്നു. കിച്ചു ഗൗരവത്താൽ കഥക് തുറന്നു. എന്താ അകത്തോട്ട് കയറുമല്ലേ? കയറണോ? കയറണ്ടേ? കയറണമോ? കയറണ്ടേ എന്ന് പറയവേ അവന്റെ കരിപ്പ് ഭാവം കണ്ട് കയറാം എന്ന് പറഞ്ഞ് അവളുമാരെ ദയനീയമായി നോക്കി അകത്തേക്ക് വലിഞ്ഞതും ബാക്കി 4 പേരും പരസ്പരം ദയനീയമായി നോക്കവേ ചെക്കന്മാർ ഗൗരവത്തോടെ തങ്ങളുടെ പാതികളെയും കൊണ്ട് അവരുടെ റൂമിലേക്കായി കയറി കഥകടച്ച് ലോക്ക് ചെയ്തവൻ അക്കുവിന് നേരെ മാറി കൈ പിണച്ചുകൊണ്ട് കഥകോട് ചേർന്ന് നിന്നു. അക്കു നിഷ്കളങ്ക ഭാഗത്തോടെ കിച്ചുവിനെ നോക്കി ഇളിയോടെ. ഉപദേശമാണോ മൈ? ആണെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ. യശോദാമ എപ്പോഴും പറയും നിന്നെയൊക്കെ ഉപദേശിച്ച് നേരെയാക്കാൻ ആരെങ്കിലും ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്ന്. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞാൻ നന്നാവാൻ തയ്യാറാ. ഉപദേശം നിനക്ക് കേൾക്കില്ല, നീ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ബോധ്യതാ. എന്തായിരുന്നു പ്രഹസനം? അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അന്ന് എന്തൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ആദ്യം ഇട്ടുകൊണ്ട് പോയി മൂച്ചിയത് നിങ്ങൾ, എന്നിട്ട് പ്രഹസനം മുഴുവൻ പ്യാവൻ ഞങ്ങളോ? അത് കൊള്ളാം. സത്യം അറിഞ്ഞ് പൊട്ടം കളിപ്പിച്ചാൽ നിന്റെയൊക്കെ കുട്ടി കളിക്കുന്ന തുള്ള. കെട്ടിയ പെണ്ണിനെ അറിയാത്ത നോക്കാത്ത പിന്നെ പക്വതയാവും. കുഞ്ഞു പോയേ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് വിട്ടു. അതിനെന്താണ് നിനക്കൊരു പുച്ഛം?
അല്ലേ ഇതെന്റെ മുഖം എന്റെ ചുണ്ട്, എനിക്കെന്നൊന്നും ചെയ്യാൻ പാടില്ലേ? ഇത് നല്ല കൂത്ത്. എനിക്കിഷ്ടമല്ല ഇതുപോലുള്ള കോക്രി കാണിക്കല്. ഇറ്റ്സ് ജസ്റ്റ് ഇറിറ്റേറ്റ് മീ അക്കു എന്ന് കളിപ്പായതും പേടിപ്പിച്ച് റൂമിൽ കയറ്റിയാലും പോരാ, നമുക്കത് പുച്ഛിക്കാൻ അനുവാദമില്ലെന്ന് പറഞ്ഞാൽ എന്റെ പട്ടി കേൾക്കും. ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് പുച്ഛിക്കാനുള്ള അധികാരമുണ്ട് എന്ന് ആത്മയോടെ മനസ്സിൽ പുച്ഛിച്ചതെങ്കിലും അത് പുറമേക്ക് നല്ല വെടിപ്പായി കണ്ട കിച്ചു ഞൊടിയിടയിൽ അവളെ വലിച്ച് തന്നോട് ചേർത്ത് പിടിച്ച് വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവൾ വാതിലോട് ചേർത്ത് നിർത്തിയതും പകച്ചുപോയ അക്കു, എന്താ? നിനക്ക് അനുസരണ തീരെയില്ലെന്ന് മനസ്സിലായി, അതൊന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളിലേക്കായി ചേർന്ന് വന്നതും വിറച്ചുപോയ അക്കു, ദേ ഞാൻ വിടുന്നുണ്ടോ? ഇല്ല ഞാൻ അലറി വിളിച്ച് നാട്ടിക്കും, ഞാൻ വിട് രാവണ എന്ന് പറഞ്ഞു. എവിടുന്ന് കിട്ടുന്നടി നിനക്ക് ഈ വക പേരൊക്കെ? പിന്നെ കടിച്ചു കീറാൻ വരുന്ന സ്വഭാവമുള്ളവനെ ലോലാന്ന് വിളിക്കാം. എവിടുന്ന് വരുന്നടാ? അക്കു എന്താ നിങ്ങളുടെ കിഡ്നി ഒന്നും എടുത്തില്ലല്ലോ, ജസ്റ്റ് ഒന്ന് മുഖം കൂട്ടിയതിനാണോ? ആ ഇപ്പൊ എനിക്കത് ഇഷ്ടാവില്ല, അഥവാ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ അത് നിനക്ക് താങ്ങത്തുമില്ല എന്ന് പറഞ്ഞ് വായും തുറന്നു നിന്ന അക്കു, എങ്ങേരിത് എന്ത് വാങ്ങിയാ പറയുന്നേ എന്ന കണക്ക് നിന്നും അവളുടെ ഭാവം മനസ്സിലാക്കിച്ചു അവളിലേക്കായി ചേർന്നുകൊണ്ട് പതിയെ, ഇനിയും നീ മുഖം കൂട്ടിയ ഉറപ്പാണേ ഞാൻ കടിച്ചെടുക്കുകയുണ്ട്. ഓ അത്രയേ ഉള്ളോ? എന്താ പറഞ്ഞേ? സത്യം പറഞ്ഞാൽ നിന്റെ ആ ഭാവം തല്ലുവിളിത്തിരക്ക് കാണുമ്പോ എനിക്ക് അതിനേക്കാ തോന്നിക്കഴിഞ്ഞാ പൊന്നു മോളെ ഒന്നില് നിർത്തില്ലേ രാവണൻ. പടച്ചോനെ, വഴി കൂടി പോണ ആനനെ കൊണ്ടാണ് ഷാർമ അടിച്ച് വിളിച്ച്, ഇങ്ങേരെ മിക്കവാറും എന്നെ സോസി കൂട്ടി കഴിക്കും എന്ന് ആത്മേടിച്ചുകൊണ്ട് അവര് നോക്കി വിളക്കെ ചിരിച്ചു. ഒരു തമാശ പറഞ്ഞപ്പോഴേക്കും അതങ്ങ് സീരിയസ് ആയെടുത്ത് അടി ചേച്ചി ചുമ്മാ ഓരോന്ന്. ഇനി മുതൽ അക്കു ഡീസന്റ് ആയിരിക്കും, സത്യം. നായയുടെ വാല് വളയുന്ന നീ നന്നാവുന്ന ഒരുപോലെയാ, റിസ്ക്കുള്ള സത്യം ഒന്നും ഇടണ്ട, നിനക്ക് നന്നാവും ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ പാടെ അക്കുവിന്റെ അധരത്തിലായി അമർത്തി മുത്തിയതും കണ്ണുമിഴിച്ച് നോക്കിയെന്ന അക്കു കിച്ചുവിനെ തന്നിൽ നിന്നും തള്ളി മാറ്റി. പോടോ ഉമ്മച്ച കാപാലിക എന്ന് വിളിച്ചു പോയി കഥക തുറന്ന് വാമൂടി പുറത്തേക്ക് ഓടി. അവളെ നോക്കി വാതിൽക്കലായി നിന്ന കിച്ചുവിന്റെ ചുണ്ടിൽ ഒരു ചെറുചിരി മിന്നിമാഞ്ഞതും അവന്റെ അധരം മന്ത്രിച്ചു. വട്ട് കേസ്. താഴിറക്കണോ, ചെവി കേൾക്കില്ലേ നിങ്ങക്ക്? എന്റെ കൃഷ്ണ താഴെ നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് കളിപ്പായതും ദേവി ശിവയൊന്നായ ബെഡിലേക്കായിട്ട പാടെ അവൾക്ക് മുകളിലായി സ്ഥാനം പിടിച്ചിരുന്നു. ഇനി നിന്റെ വാ തുറന്നാലുണ്ടല്ലോ അഹങ്കാരി എന്ന് വെച്ചെടുത്തോ ദേവിയുടെ കൈത്തലം തെന്നി നീങ്ങി അനാവൃതമായ ശിവയുടെ വയറിലായി അമർന്നു. അവന്റെ സ്പർശനത്തിലുള്ള ആകെ വിറച്ചുപോയ ശിവ പകപ്പോടെ ദേവിയെ ഉമിനീരിറക്കി നോക്കി. എവിടെ പോകടി നിന്റെ നാവ്? ഒന്നില്ലേലും നിന്റെ കെട്ടിയോനല്ലയോ ഞാൻ? ഇനി നീ എടാപോടാന്നൊക്കെ വിളിക്കുന്ന എനിക്കൊന്ന് കാണണം. ഞാൻ വിടുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവനെ കൈത്തട്ടി മാറ്റി ദാവണി വയറിലേക്കായി വലിച്ചിട്ട് രൂക്ഷമായി നോക്കിയതും നോക്കി പേടിപ്പിക്കുന്നുടി ഉണ്ടക്കണ്ണി എന്ന് പറഞ്ഞ് അവിടെ ഇരു കൈകളും ബെഡിലേക്കായി ചേർത്ത് വെച്ചതും പിടഞ്ഞു കുതിരിയ ശിവയെ കാലിനാൽ അടക്കിക്കൊണ്ട് ആട്ടങ്ങി നില്ലു വച്ചേ. കുറച്ചൊന്നുമല്ല, നീയൊക്കെ കൂടിയിട്ട് എന്നെ കളിപ്പിച്ച്, അതൊക്കെ പ്ലാനായിരുന്നല്ലേ? അവിടെ ഒരു നിഷ്കളങ്ക ഭാവം. ആരുടെ അമ്മവനെ കെട്ടിക്കാനായി തടി നീയൊക്കെ കൂടെ എന്ന് ചോദിച്ചതിന് മുഖം തിരിച്ചു. എന്നാടി നിനക്കൊരു കൂസലില്ലായ്മ? നിങ്ങളുടെയൊക്കെ അഭിനയ. നിന്റെ തിരുമുഖം വന്ന ദിവസം കയറി കൂടിയതേ ഉള്ളില്. നീ മറ്റാടേക്കാവുന്ന ചിന്തയിൽ അന്നേരൊക്കെ ഞാൻ അനുഭവിച്ച ടെൻഷൻ അതൊന്നും നിനക്കറിയല. അതിന് ഇങ്ങേന്റെ അസുര സ്വഭാവം കൊണ്ട് വന്നിട്ടല്ലേ ഞാനും ദക്ഷേട്ടനെ നോക്കിയേ. ഇനി നിന്റെ നോട്ടം പോലും എനിക്ക് നേരെ മാത്രം മതി ശിവ. ഇനി അങ്ങോട്ട് നീ ഈ റൂമിൽ എന്നോടൊപ്പം വേണം. സൗകര്യമില്ല, ഞാൻ ഇനി മുതൽ താഴെയാ. നിങ്ങളെ കരിപ്പും കെട്ടിപ്പൊട്ടി വെച്ചോണ്ട് വിളിക്കുന്ന അസുര. എന്നെ കൊണ്ട് അരുതാത്തൊന്നും ചെയ്യിക്കരുത് ശിവ. ഇന്നു മുതൽ നീ ഇവിടെ കാണും എന്റെ വീട്ടിൽ എന്നോടൊപ്പം എന്ന് പറഞ്ഞ പാടെ അവളുടെ കഴുത്തിലായ അമരെ കടിച്ചുകൊണ്ട് അവിടെ നുണഞ്ഞെടുത്തു. അവന്റെ പ്രവൃത്തിയിലൊന്ന് ഏങ്ങിപ്പോയ ശിവയുടെ വിരലുകൾ ഡെവിയുടെ നെഞ്ചിലായി അമർന്നു. അവളിൽ നിന്ന് അകന്നു മാറിയ ഡെവി പതിഞ്ഞ സ്വരത്തിൽ, നീ ഇവിടെ കാണും ശിവ, എന്റെ പെണ്ണ് എന്റെ കൂടെ മതി, എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവളിൽ നിന്ന് വിട്ടുമാറിയതും പിടഞ്ഞെണീറ്റ ശിവ കഴുത്തിൽ കൈ ചേർത്ത് വെച്ച് കഥകിറന്ന് പുറത്തോട്ട് ഓടിയതും ഹൃദയത്തിൽ പടർന്ന തണുപ്പിൽ ഡെവി ബെഡിലേക്കായി മലർന്ന് ശിവയുടെ വയറിലായി അമർന്നവന്റെ കൈത്തലത്തിലായി ചെറുചിരിയോട് അമരെ മുത്തി. നിനക്കെന്താളി എന്നെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം? ഇത്രയും ദിവസം എന്തായിരുന്നു അഭിനയം? പൊട്ടം കളിപ്പിക്കായിരുന്നല്ലേ? ഷാന്റെ ചോദ്യം കേട്ട് അവൾ പറഞ്ഞു. അതിന് പ്രത്യേകം കളിപ്പിക്കണോ? ഓൾറെഡി പൊട്ടനല്ലേ, കടുവ എന്ന് പിറുപിറുത്ത് അവൻ നല്ല വ്യക്തമായി കേട്ടു. എന്താ വിളിച്ച കടുവാന്നോ? കടുവ എന്താ ചെയ്യാന്ന് പൊന്നുമോൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് അവളിലേക്കായി ചേർന്നു. ലീയും ഞെട്ടിലോടെ പുറകിലേക്ക് പോയി ചുമരിലിടിക്കവേ അവളിലേക്കായി ചേർന്നിരുന്ന ഷാൻ അടുത്ത നിമിഷം ലീയുടെ ഷോളിൽ പിടിച്ച് അഴുത്തി അവിടെയായി ആഴത്തിൽ കടിച്ചെടുത്തതും വേദനയാൽ ഉയർന്നുപോയ ലീയു മിഴികൾ ഇറുക്കി അടച്ചു തുറന്നു തനിക്ക് മുന്നിൽ മീശി വിരിച്ചു നിൽക്കുന്ന ഷാനിനെ കണ്ട് ചെറിഞ്ഞ് നോക്കവേ, ഇത് നിന്റെയൊക്കെ ഓസ്കാർ അഭിനയത്തിലുള്ള അവാർഡാണെന്ന് കരുതിയാൽ മതി. നല്ലപോലെ ചുമന്നലോടി മാറി
എന്ന് പറഞ്ഞ് ഷോട്ടിലേക്കായി കൈ കൊണ്ടുപോകവെയാണ് കൈതട്ടി മാറ്റി ഉടുപ്പ് കഴുത്തിലേക്കായി വലിച്ചിട്ടുകൊണ്ട് രൂക്ഷമായി നോക്കിയതും. എന്താ എന്ന് പുരികമുയർത്തിയതും. ഒന്ന് മാറുണ്ടോ ചു പോണം, ഇല്ലെങ്കിൽ കടിച്ചു മുറിച്ച പോലെ കടുവ പടച്ചോനെ മിക്കവാറും ടീറ്റടിക്കേണ്ടി വരും എന്ന് മനസ്സിൽ ആത്മയടിച്ചതും അവളിലേക്കായി ചേർന്ന് നിന്നുകൊണ്ടവൻ പതിഞ്ഞ സ്വരത്തിൽ. എന്നെ മൊഞ്ചത്തി കുട്ടി ഒത്തിരി വേദനിച്ചോ? ഇല്ല, കടിച്ചു മുറിച്ചാൽ നല്ല സുഖമാണല്ലോ, വേദനിച്ചിട്ട് പാടില്ല, മുറിഞ്ഞെന്ന് തോന്നുന്നു. ഓയിൻമെന്റ് തരട്ടെ? തരട്ടെ തട്ടെന്ന് പറയാൻ കൊണ്ടു തരി എന്ന് പറഞ്ഞ ഡ്രസ്സിന് മുകളിലൂടെ നീറ്റുള്ള ഭാഗത്തായി പിടിച്ച് എരിവലിച്ച ഷാനിനെ ചെറഞ്ഞു നോക്കിയതും ഞൊടിയിടയിൽ അവളുടെ കൈയെടുത്ത് മാറ്റി ഷോട്ടിൽ പിടിച്ച് താഴ്ത്തിയ പാടെ ചുണ്ടിലായി ചുണ്ട് ചേർത്ത് വെച്ചു. അവന്റെ പ്രവൃത്തിയിൽ കൂട്ടത്തോടെ തലയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ കിളികളെ ലിയു തിരഞ്ഞുകൊണ്ട് കണ്ണുമിഴിച്ചെന്നും അവളുടെ കാതിലായി. ഇനിയും വേദനിച്ചാ പറഞ്ഞാ മതി, ഇക്കാട് കുട്ടിക്ക് ഇക്ക തന്നെ മരുന്ന് വെച്ചുതരാം എന്ന് പറഞ്ഞ ബോധത്തിലേക്ക് വന്ന ലിയു ഷാനിനെ തന്നിൽ നിന്നും തള്ളി മാറ്റി പുറത്തേക്ക് ഓടി. ദക്ഷ് റൂമിലേക്കായി പ്രവേശിച്ച പാടെ ശ്രീ ദക്ഷിൽ നിന്നും പിടഞ്ഞിറങ്ങി പുറകോട്ട് മാറിയതും കഥകടച്ച് ലോക്ക് ചെയ്ത ദക്ഷ് ഷർട്ടിന്റെ കൈ തെറുത്തു വെച്ച് ശ്രീയെ മിഴികൾ ചിമ്മാൻ നോക്കിയതും അവന്റെ നോട്ടത്തിൽ പതിരിപ്പോയ ശ്രീ. എന്താ നോക്കണേ? അവരൊക്കെ ഉണ്ടായപ്പോ ഞാനും കൂടെ കൂടിയെന്നേ ഉള്ളൂ. അതിന് നിങ്ങളുടെ നോട്ടം കണ്ട ഞങ്ങളെന്തോ തെറ്റിയത് പോലെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാവാത്തതിന് ഞങ്ങളെന്ത് കഴിച്ചു? കഴിഞ്ഞോ? എന്ത് വിസ്താരം കഴിഞ്ഞോന്ന് ഞാനിപ്പോ അത് ചോദിച്ചത് നിന്നോട്? ഇല്ലല്ലോ. ചോദിക്കണോ? നോക്കുന്ന കണ്ടാൽ അറിയില്ലേ? നോക്കിയതോ അതിനൊന്നല്ല. പിന്നെ എനിക്കെന്താ എന്റെ ഭാര്യ നോക്കിക്കൂടെ? കെട്ടിനോ നോക്കാനത്തില്ല എന്ന് പറഞ്ഞ അടിമുടി നോക്കവേ ശ്രീ അവനെ രൂക്ഷമായി നോയിക്കൊണ്ട്. ഇയാളിവിടെ നോക്കിന്നോ, ഞാൻ പോണു എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പോയവളെ ഇടുപ്പിലായി ചുറ്റിപ്പിടിച്ച് പൊക്കിയെടുത്ത് തന്നിലേക്കായി ചേർത്തുകൊണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നോക്കിയ സ്ഥിതിക്ക് എന്തെങ്കിലും തരണ്ടായോ? തൽക്കാലത്തേക്ക് ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് കവിളിലായി അമർത്തി മുത്തിയതും വായും തുറന്ന് ഇന്നവളെ കണ്ട് പതിയെ കാതിലായി. നീ ആരുടെ സ്വന്താണെന്നറിയാതെ ഈ ഒരാഴ്ചയോളം പിടിച്ചു കിട്ടിയ മനസ്സാ. എനിക്ക് മാത്രമായതുകൊണ്ട് ചെറിയൊരു കൈനീട്ടാണെന്ന് കരുതിയാൽ മതി, ബാക്കിയൊക്കെ പുറകെ എന്ന് പറഞ്ഞ് സൈറ്റ് അടിച്ചവളെ വിട്ടുമാറി ബെഡിലേക്കായി വീണുകൊണ്ട് അവന്റെ വാക്കുകൾ കേട്ടതിൽ കിളിപാറി മിഴിച്ചു നിൽക്കുന്നവളെ നോക്കി നിന്നു. ഹരി, നീ എന്ന് തന്നെ വിളിച്ചേ? എന്ത് കരിന്ന് നീയലടി വിളിച്ചേ? അറിയോ ചോദിക്കണോ? ഇനി നിന്റെ വായി നിന്നെങ്ങാനും വീണാ എന്താ ഞാൻ ഇനിയും വിളിക്കും, ഒരു കരികുമാർ എന്ന് പറഞ്ഞതേ കൊച്ചിന് ഓർമ്മയുള്ളൂ. അവളുടെ ഇടുപ്പിലായി ചുറ്റി തന്നിലേക്കായി ചേർത്ത പാടെ മുഖമിഷുവിന്റെ കഴുത്തിലേക്കായി ചേർത്ത് തൊണ്ടക്കുഴിയിലായി അമർത്തി മുത്തിയവൻ വേർപ്പെട്ടുകൊണ്ട്. ഇനിയും നിന്റെ വായിന്ന് ആ വാക്ക് വീണ ഇപ്പൊ തന്നതിന്റെ സ്ഥാനം മാറ്റാൻ എന്നെ കൊണ്ട് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് വാഷ്റൂമിലേക്കായി പോകുമ്പോഴും അവന്റെ ചുണ്ടിലെ ചെറുചിരി തെളിഞ്ഞിരുന്നു. അവന്റെ പ്രവൃത്തിയിൽ പകച്ചു വൈഷു റൂമിൽ നിന്നിറങ്ങി ഓടി താഴെ തങ്ങളുടെ റൂമിലേക്കായി കയറിയതും അവിടെ അതാ താടിക്ക് കൈകൊടുത്ത് ബാക്കി 4 ബെഡിലായിരിക്കുന്നു വിത്ത് സൈലന്റ് മോഡ്. അവർക്ക് കൂട്ടായി ഓരോരുത്തരായി ഇഷുവും സ്ഥാനം പിടിച്ചു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവർ പരസ്പരം നോക്കി വെളുക്കെ ചിരിച്ചു. കശ്മനൻ, രാവണൻ, അക്കുമുകളിൽ നിന്ന് കിട്ടിയതിന്റെ എഫക്റ്റിൽ പല്ലടിച്ച ലിയ. നന്നായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടി പോയിച്ചെന്ന് മനസ്സിലായി. 4 ഒരുപോലെ ചമ്മികളി അക്കുവിനായി തിരികെ നൽകി. അവര് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ടെററാ. എന്നോട് ഇന്ന് മുതൽ അങ്ങോട്ട് കൂടെ ആ റൂമിലോട്ട് ചെല്ലുന്നുള്ള പറഞ്ഞേക്കണേ എന്ന് ശിവ പറഞ്ഞിട്ട് ഞെട്ടിയ ശ്രീ പകപ്പോടെ നോക്കിയിരുന്നു. എന്നാൽ ഇനി നോക്കേണ്ട മക്കളെ, മിക്കവാറും ഇന്നൊരു ഓപ്ഷൻ ഇല്ലാണ്ട് ഉറപ്പായി നമ്മൾക്ക് അതേ റൂള് തന്നെയാവും എന്ന് ഇഷു പറഞ്ഞു. ഞാനെങ്ങുമില്ല, നിങ്ങൾ വേണി പോയിക്കോ. കാര്യം അങ്ങനെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷെ അവന്റെ നോട്ടം അത് താങ്ങുന്നില്ലടി എന്നുള്ള ശ്രീയുടെ വാക്കേട്ട്. ഓ, ഇവിടെ ഒരു മാറ്റമില്ല, നോക്കി ദയിപ്പിക്കായിരുന്നു ആ കടിയും കടുവ എന്ന് ലിയു പല്ലുകടിച്ചു. കടിച്ചു പറിച്ചു വെച്ചിക്കെന്റെ ഷോൾഡർ എന്ത് വിശ്വസിച്ച് ഞാൻ ആളുടെ മുന്നിൽ പോകുന്ന പടച്ചോനെ എന്ന് ആത്മയടിച്ചു. ആ രാവണൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അനുസരണശീലം ഇല്ലെന്ന്. എന്നെ നന്നാക്കി എടുക്കൂലോ. നന്നാക്കുമ്പോഴെന്താ മീനോ? എന്റെ രോദനങ്ങളൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ അറിയോ, നമുക്കൊന്ന് പുച്ഛിക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കിയ കലിപ്പോളി. അതിന് നമുക്ക് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞ അക്കു ചുണ്ടിൽ കൈവച്ച് കിച്ച് ഉമ്മ വെച്ച് തോർത്തിരുന്നു. പ്രതികാരം? അതൊക്കെ നടക്കുവോ എന്ന് ലിയു ചോദിച്ചവൻ ശിവ. നടക്കാതെ ഞാനൊന്ന് പ്രതികാരം വീട്ടിനെ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. നടന്നില്ലെങ്കിൽ നമ്മൾ നടത്തിയിരിക്കും. ആ നസ്രാണിന്റെ മുഖത്ത് നോക്കിയാ അഹങ്കാരിന്ന് വിളിച്ച് എന്ന് പറഞ്ഞ മനസ്സിൽ. അറ്റാക്ക് വരുത്തി കൊല്ലാൻ ഞാനിനി അങ്ങയുടെ റൂമിലും കൂടെ കിടക്കാം, അസുരൻ ഡേവിഡ് എന്ന് ആത്മയടിച്ച് ബാക്കിയുള്ളവരെ നോക്കിയതും അവരും പ്രതികാരം നടപ്പിലാക്കുന്നതിനായി സമ്മതമെന്നവണ്ണം കൈകൾ കോർത്തു. അതിനുവേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങിയപ്പോഴേക്കും കഥകൾ മുട്ടി വീണതും അവരും ഞെട്ടലോടെ വാതിൽക്കിലേക്കായി നോക്കി. അക്കു, കഥ കോർക്ക്. ഇങ്ങേരിത് ശിവ എന്ന് ഡേവിയുടെ വിളിക്കു പുറമേ ലിയ, ശ്രീ, ഇഷു എന്ന് തുടച്ച പോലെ വിളിക്കവേ അക്കു. മാരാവണൻ സന്നാഹത്തെയും കൂട്ടിയിട്ടാണോ വന്ന്? ഞാൻ പേടിച്ചു എന്ന് ആത്മയടിച്ചു. എവിടെ പോയി കിടക്കുക നിങ്ങൾ? കഥ ഓർക്കുന്നുണ്ടാക്കൂ
എന്ന് രാവണന്റെ അലർച്ചയിൽ പെൺപടകൾ മിണ്ടാ നിന്നു ആക്കൂ. ഞങ്ങൾ കുളിക്കാം മിസ്റ്റർ എന്ന് വിളിച്ചു പോയെന്നും പുറത്തുനിന്ന് ആൺപടകൾ പരസ്പരം നോക്കിക്കൊണ്ട് ഷാൻ. ഒരുമിച്ചോ? അതെന്താ ഒരുമിച്ച് വിളിക്കാൻ പാടില്ലേ എന്ന് ലിയ വിളിച്ച് ചോദ്യം പറഞ്ഞു. ചെക്കന്മാർ പല്ലിയടിച്ചു. ശ്രീ പെട്ടെന്നുള്ള അവരുടെ വിളികളിൽ ദേഷ്യം പ്രകടമായതും ഇനിയും തുറന്നില്ല അതിനുള്ള കൂടെ മേടിച്ചു കൂട്ടേണ്ടി വരുന്നു മനസ്സിലായ ശിവ പതിയെ ചെന്ന് കഥക് തുറന്നു. മുന്നിൽ നിന്ന് ഡെവി ഇടിച്ചു കയറവേ ശിവ പെട്ടെന്ന് സൈഡിലേക്ക് നീങ്ങി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.